Hey guys, welcome back to my YouTube channel. കുറെ കാലമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. അപ്പൊ എന്തായാലും ഇനി കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഒരു യാത്ര പോവാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഹസ്ബൻഡും എല്ലാവരും കൂടി ഒരു ചെറിയ യാത്ര പോവാണ്. മൂന്നാറിലോട്ടാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് സ്പോട്ടുകളൊക്കെ കാണാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് തൊട്ട് ഇനി ഒരു 3 ദിവസത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ദിവസത്തെ വീഡിയോസും നമ്മളൊരു ട്രാവലിംഗ് ബ്ലോഗായിട്ട് ഇടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളൊരു 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. 4:30 നമ്മളെല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി എടുത്ത് കേട്ടോ. നമ്മൾ 4:30 എത്തിയെങ്കിലും ബാക്കിയുള്ളവരൊക്കെ 4 മണിക്ക് മുന്നേ തന്നെ അവിടെ എത്തി കേട്ടോ. നമ്മുടെ കൂടെ ഉള്ള ഒരുത്തനാണ് അതിന് ഉത്തരവാദി. നേരത്തെ എണീറ്റ് എല്ലാവരും അവിടെ സമയത്തിനേക്കാൾ മുന്നേ എത്തിച്ചു. അങ്ങനെ നമ്മൾ കോട്ടയം എത്താറായപ്പോഴത്തേനും ഏകദേശം നേരമൊക്കെ വെളുത്തു. അങ്ങനെ ചായ കുടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. നല്ല ചൂട് ചായ കുടിച്ചു. അപ്പൊ ആരൊക്കെയാണ് കൂടെ ഉള്ളതെന്ന് അറിയണ്ടേ? കരീഷ്മയുണ്ട്, അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. പിന്നെ നീരജ്, ശരണ്യ, അഖില്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ എല്ലാവരും കൂടാണ് മൂന്നാറിലോട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന കേട്ടോ ട്രിപ്പ്. അപ്പൊ ഞങ്ങളുടെ ലൈഫിലെ തന്നെ ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് ദിവസം സ്റ്റേ ചെയ്തുള്ള ഒരു ട്രാവൽ എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ തന്നെ നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പരസ്പരം നമ്മളൊന്ന് ആദ്യം മിങ്കിളാവാനുള്ള പാടേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഊഹിക്കാലോ എല്ലാവർക്കും. അങ്ങനെ നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോവാണേ. പിന്നെ ഇവന്മാർ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചത്. ഇവർ മാത്രമല്ല, കരീഷ്മയും ശരണ്യയും ഇവർ 4 പേരും ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. എനിക്ക് ശരിക്കും കരീഷ്മ മാത്രമാണ് അറിയാവുന്നത്. കരീഷ്മയിൽ നിന്നാണ് എനിക്ക് ഈ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയത്. ഇവക്കിത് പറയുന്നത് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ വ്ലോഗിലൊന്നും ഉൾപ്പെടുത്തുന്നത്. ഇവള് കാരണം തന്നെയാണ് എനിക്ക് ഈ 3 ഫ്രണ്ട്സിനെയും കിട്ടിയത് കേട്ടോ. അങ്ങനെ മാക്സിമം ചളിയൊക്കെ അടിച്ച് നമ്മൾ യാത്ര തുടരുവാണ്. ഞാനും കരീഷ്മയും കൂടെ വാ തുറന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെവി പഞ്ഞി വെക്കേണ്ടി വരും. ഇത്രത്തോളം ചളിയായിരിക്കും നമ്മൾ എറിയുക. പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു പമ്പിൽ നിന്ന് പെട്രോളും അടിച്ചിട്ടാണ് കേട്ടോ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി. ഒരു 8 മണി ആയിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും മുട്ടക്കറി, അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചേട്ടാ. മുട്ടക്കറിയും പൊറോട്ടയാണ്. മീറ്റ് മൈ ന്യൂ ഫ്രണ്ട്. അങ്ങനെ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുരിശടി ഉണ്ടായിരുന്നു ഗൈസ്. കരീഷ്മയാണെങ്കിൽ വണ്ടി കയറിയപ്പോൾ തൊട്ട് കുരിശടി കണ്ടാൽ നിർത്തണം, പ്രാർത്ഥിച്ചിട്ട് വേണം യാത്ര തുടങ്ങാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ആ മഞ്ഞ ഉടുപ്പിട്ട് നിൽക്കുന്നതാണ് കരീഷ്മ, ഇപ്പുറത്ത് വെള്ളം ഉടുപ്പിട്ട് നിൽക്കുന്നത് ശരണ്യ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. വലത്തേ സൈഡിൽ നിൽക്കുന്നത് നീരജ്, ഇടത്തേ സൈഡിൽ നിൽക്കുന്നത് അഖിലേട്ടാ. അങ്ങനെ ഹൈ റേഞ്ച് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും പലർക്കും പല ബുദ്ധിമുട്ടുകളായിരുന്നു ഗൈസ്. ചെവി അടയ്ക്കുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ തരണം ചെയ്തു. എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലം കൂടി യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പലർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നത്. പക്ഷെ പിന്നീട് കുറേ ആയപ്പോഴത്തേനും അതൊക്കെ അതുമായിട്ട് യൂസ്ഡ് ആയിട്ടാണ് നമ്മൾ. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തി ഗൈസ്. പക്ഷെ നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓരോ സ്ഥലങ്ങളിലുപരി നമ്മൾ പോയ വഴികളും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ആ ബോണ്ടിങ്ങും ആയിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ വ്യൂ പോയിന്റിൽ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. അതുപോലെ തന്നെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോകാൻ തുടങ്ങി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് നമ്മൾ നാരങ്ങയൊക്കെ മേടിച്ചത്. ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ നാരങ്ങ മണപ്പിച്ച അടിപൊളിയാണല്ലോ. അപ്പൊ അതും മേടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും തിരിച്ചായിരുന്നേ. അടുത്ത സ്പോട്ട് വാഗമൺ മെഡോസ് ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ ടിക്കറ്റ് എടുത്തു. ഒരു 20 രൂപ എന്തോ ഉള്ളായിരുന്നെന്ന് തോന്നുന്നു ഒരാൾക്ക്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നടന്ന മൊട്ടക്കുന്നെല്ലാം കവർ ചെയ്ത് ഗൈസ് കുറച്ച് റീൽസ് ഒക്കെ എടുത്തായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മൊട്ടക്കുന്നിൽ വന്നു, വാഗമൺ മെഡോസിൽ വന്നിട്ട് ഗായ്സ് നമ്മള് മൊട്ടക്കുന്നിൽ വന്നേക്കുക. വാഗമൺ മെഡോസിലെത്തി. മൊട്ടക്കുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലം. ഇന്നത്തെ ദിവസം ഇവിടെ ഒടുക്കത്തെ മഴയായിരിക്കും എന്ന കാലാവസ്ഥാ പ്രവചകരൊക്കെ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഒട്ടും തന്നെ മഴയില്ലായിരുന്നു, അതുപോലെ തന്നെ വെയിലും ഇല്ലായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പൈൻ വാലി എത്തുന്ന വരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയേട്ടാ. ഞാനും ഉണ്ണിയും ഇവിടെ ആദ്യമായിട്ടല്ല കേട്ടോ വരുന്നത്. മൂന്നാർ, മറയൂർ, അതുപോലെ തന്നെ വാഗമണൊക്കെ നമ്മൾ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. എത്ര പോയാലും മറക്കാത്തയും അതുപോലെ തന്നെ നല്ലൊരു സ്പോട്ടും കൂടാണ് കേട്ടോ ഈ വഴികൾ.
അപ്പം നമ്മൾ അതിനിടയ്ക്കൂടെ ഒരു കാര്യം കണ്ടുപിടിച്ച് ഗൈസ്. ട്രിപ്പ് പോകാൻ വേണ്ടി റെഡിയാകുന്ന വെപ്രാളത്തിൽ പ്രൈസ് ടാഗ് ഊരി മാറ്റാൻ മറന്ന നമ്മുടെ ശരണ്യാണ് ഇന്നത്തെ താരം. എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒന്നും കാണത്തില്ല, കാരണം കാർത്തിക് ഞാൻ അതിൻ്റെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് അതിനകത്ത് വരാനാണ് ഇപ്പോൾ താല്പര്യം. എനിക്കൊരു മൂഡില്ല വീഡിയോ എടുക്കാനായിട്ട്. എക്സ്പ്ലോർ ചെയ്യാണ്, എൻജോയ് ചെയ്യാണ്. കരീഷ്മ വ്ളോഗ് എടുക്കാത്തതിൻ്റെ റീസൺ ആണ് ഗൈസ് ഇതിൽ പറഞ്ഞത്. എന്നിട്ട് എൻ്റെ വ്ളോഗിലൊന്ന് ഉൾപ്പെടുത്താൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത് ഗൈസ്. അങ്ങനെ മുട്ടക്കുന്ന് മൊത്തം നടന്ന് തിരിഞ്ഞ് ഞാൻ ഒരിടത്ത് പോയി ഇരുന്ന് ഗൈസ്. എൻ്റെ പീരിയഡ്സ് ഡേ കൂടെ ആയിരുന്നു ഇത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് നടക്കാൻ വയ്യായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മളെ തളർത്തത്തില്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ നടന്ന് എൻജോയ് ചെയ്തു. ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റീലൊക്കെ എടുത്ത് നമ്മൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ ഈ ട്രിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ മൊട്ടക്കുന്നിൽ ഫുള്ള് ഇവർ മൊത്തം നടന്ന് തിരിയാണ് ഗൈസ്. ഇവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഞാൻ ഒരിടത്ത് റെസ്റ്റ് എടുക്കുമായിരുന്നു, എനിക്ക് വയ്യായിരുന്നു. അതിനിടയ്ക്കൂടെ ഇവിടെ ഒരുത്തി നീരജിനെ കൊണ്ട് പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഗൈസ്. അവനെടുത്തെടുത്ത് കുഴഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈൻ വാലിയിലോട്ടാണ് ഗൈസ് ചെന്നത്. അപ്പോൾ ഇവിടെ പോയപ്പോൾ നല്ല ക്ലൈമറ്റായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കുറേ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കുറേ കടകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മൾ പൈൻ വാലി എൻട്രിയിൽ കയറി കേട്ടോ. ഒരു 30 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്തോട്ട് കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയത് സൺഡേ ദിവസമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ പൈൻ വാലി വന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെ. ഇപ്പോൾ ഒരു 10:42 ആയിട്ടുള്ളൂ, പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. മരമൊക്കെ വെട്ടിയിട്ടിരിക്കുന്നു. സ്ട്രോങ് അല്ലാത്ത മരങ്ങൾ വെട്ടിക്കളയും. ആൾക്കാർ വരുന്നില്ല. നോർമലി പൈൻ വാലിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആ ഒരു ഭാഗത്ത്, അതായത് ഫ്രണ്ടിൽ കാണുന്ന കുറച്ച് മരങ്ങളുടെ ഇടയ്ക്ക് മാത്രം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടിട്ടങ്ങ് പോകട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് ഇങ്ങനെ ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇവൻ ക്യാമറയ്ക്ക് കുറച്ച് ഷൈ ആണ് കേട്ടോ. എപ്പോൾ ക്യാമറ കണ്ടാലും കുറച്ച് ആറ്റിറ്റ്യൂഡ് വിതറിയിട്ടേ പോത്തോളൂ. ഇവിടെ നല്ല എക്കോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം മീൻകാരെ പോലെ അലറിയിട്ടാണ് പോയത്. ശരണ്യയുടെ കാലിൽ എന്ത് പറ്റി? അവളുടെ കാലിൽ അട്ട കയറി ഗൈസ്. അട്ടേനെയും പേടിയാണ്, അവനെയും പേടിയാണ്. അങ്ങനെ നമ്മൾ ഈ പൈൻ വാലിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനെ ഒടുക്കത്തെ മഴയായിരുന്നു ഗൈസ്. കോടയൊക്കെ ഇറങ്ങി നമ്മൾ ഒരിടത്ത് നിർത്തി ഇതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത്. കരീഷ്മയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് നിർത്തിയത്. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. വാഗമണിൽ ഇത്രയും മഞ്ഞ് കയറി കാണുന്ന ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ വന്നപ്പോഴൊക്കെ നല്ല ക്ലൈമറ്റ് ആണെങ്കിലും ഇത്രയും മഞ്ഞൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇവിടുന്ന് വീണ്ടും തിരിച്ച് ഗൈസ്. അപ്പോഴത്തേനും ഉച്ചയൊക്കെ ആവാറായിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഗൈസ് ഫുൾ എല്ലാവർക്കും വിശപ്പായി. വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഒരു കള്ള് ഷാപ്പിൽ നിർത്തി. കള്ള് കുടിക്കാനല്ല, നല്ല ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച് നിർത്തിയതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഒട്ടും തന്നെ കൊള്ളത്തില്ലായിരുന്നു ഫുഡ്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിച്ചു. നമ്മൾ ഓർഡർ ചെയ്ത് പോയല്ലോ എന്ന് വെച്ചിട്ട് ഒട്ടും ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. അതുപോലെ നല്ല പ്രൈസിങ് ആയിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവും ടേസ്റ്റും ഇല്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. എന്താ വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത് പോയല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഈ കോടയൊക്കെ കണ്ട് നമ്മൾ മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗമൺ കഴിഞ്ഞ് കുറച്ചായി. നമ്മളിനി മൂന്നാറെത്താൻ 3-4 മണിക്കൂറുണ്ട്. പിന്നെ മൂന്നാർ ടൗൺ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. രാത്രി കുക്ക് ചെയ്ത് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ മൂന്നാർ ടൗണിൽ നിന്ന് മേടിച്ചിട്ട് റൂം എത്തി ഗൈസ്. റൂം എത്തി നമ്മൾ ചിക്കൻ വൃത്തിയാക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവരൊക്കെ പോയി ഫ്രഷായി. ഞാനും പോയി ഫ്രഷായിട്ട് വന്നിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ചിക്കൻ കറി ഉണ്ണി ഉണ്ടാക്കി. ഉണ്ണി പണ്ടേ ഭയങ്കര കുക്ക് ചെയ്യാൻ ഭയങ്കര മിടുക്കനായതുകൊണ്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്. എനിക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ കുക്ക് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് തന്ന് അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് രാത്രി എൻജോയ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഫുഡും കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം നൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. കുറേയൊക്കെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് ചപ്പാത്തി മേടിക്കാൻ പോയിട്ട് വണ്ടി ഒന്ന് കുഴിയിൽ വീണായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികൾ ഇതിനിടയ്ക്ക് രാത്രിയിൽ ഒപ്പിച്ചായിരുന്നു. പക്ഷെ അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കുറേ മൊമെൻറ്റ്സ് നമ്മളതിൽ ജീവിച്ചു പോയി. അതുകൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്തൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ നൈറ്റിൽ സ്റ്റേ ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ വ്ളോഗ്, അതായത് ഫസ്റ്റ് ഡേയിലെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തെ വ്ളോഗായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.